ട്രേഡിങ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് വേണ്ടി ട്രേഡ് ചെയ്യും, എന്നിട്ട് ട്രേഡ് ചെയ്യില്ല. ഫസ്റ്റ് തിങ് അതാണ്. ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാളെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനെ ഏത് രീതിയിൽ തിട്ടപ്പെടുത്തണം, ഇൻവെസ്റ്റ് ചെയ്യണം? ആദ്യം നമ്മൾ പറയേണ്ടത് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. നെക്സ്റ്റ് ആണ് നമ്മളുടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതും കഴിഞ്ഞാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം വരുന്നത്. ട്രേഡിങ്ങിൽ ഏറ്റവും നഷ്ടമുള്ളവരാണ് ട്രേഡിങ്ങിന് ഇറങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്രിറ്റിസിസം പൊതുവേ കേൾക്കാറുണ്ട്. സോ ഈ ക്രിറ്റിസിസം എങ്ങനെയാണ് ഷിബില മാനേജ് ചെയ്യുക? ലൈക്ക് ട്രേഡിംഗ് ജേണി തന്നെ ഒരു ബിഗ്ഗസ്റ്റ് ഹിറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 2.5 lakhs സിംഗിൾ ട്രേഡ് എനിക്ക് വാഷ് ഔട്ട് ആയി പോയിട്ടുണ്ട്. 2.5 lakhs ഈ ഏജിൽ നിന്നുകൊണ്ട് ഇത്രയും അച്ചീവ്മെന്റ്സും കാര്യങ്ങളും. ആൻഡ് ഐ വോണ്ട് ടു നോ അബൌട്ട് യുവർ ജേർണി. എങ്ങനെയാണ് തുടങ്ങിയത്, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, അതുവരെയുള്ള ജേർണി. There are people who have money and who are rich. So today we're going to talk about money, finance, investing, trading. Welcome back to another power-packed episode of The Legion Show. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഷിബിൽ റഹ്മാൻ, ഇൻവെസ്റ്റർ, ട്രേഡർ, യങ്ങസ്റ്റ് ഓൺട്രപ്രണർ. വെൽക്കം. താങ്ക് യു. So my first question is, why investing? സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷേ കേൾക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഒരു നോർമൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഉള്ള സംശയമാണ് എന്തിന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും ഫേസ് ചെയ്യാറുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരാൾ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ടു ക്രിയേറ്റ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതിലോട്ടൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ലൈക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതിനെക്കാട്ടിലും മുന്നേ ഒരു നോർമൽ പേഴ്സൺ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് പഠിക്കണം ഓഫ് കോഴ്സ്, പക്ഷേ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിൻ്റെയൊക്കെ മുന്നേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പൈസ സേവ് ചെയ്യുന്നതും അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതും എല്ലാം ഫൈനാൻഷ്യലി ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മളിപ്പോൾ കുറച്ച് പൈസ നമുക്കൊരു ഇൻകം കിട്ടുന്നു, ഒരു കുറച്ച് പൈസ നമുക്ക് കയ്യിൽ വരുന്നു. ആ പൈസയിൽ നിന്നും കുറച്ച് പൈസ നമ്മൾ മാറ്റി വെക്കുന്നു. അത് നമ്മളൊരു സേവിങ്സ് ആയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നു. ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഫൈനാൻഷ്യലി ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. അതെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്കൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ, ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സേവ് ചെയ്ത് വെച്ച പൈസ അറ്റ് എ ടൈം ആ ഒരു കുറഞ്ഞ സമയത്തിൽ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസ് വരും. വിച്ച് മീൻസ് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ സിനാരിയോസ് അതിലൂടെ നമുക്ക് വരാം. അപ്പോൾ അവിടെയാണ് നമ്മളിത് സ്ട്രക്ചർ ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്നത്. ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫൈനാൻഷ്യലി ഫ്രീ ആവുന്നതിൻ്റെ ഒരു 3 സ്റ്റെപ്സ് നമ്മൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. ആദ്യം നമ്മൾ പറയേണ്ടത് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. ആൻഡ് നെക്സ്റ്റ് ആണ് നമ്മളുടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതും കഴിഞ്ഞാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം വരുന്നത്. അപ്പോൾ അതിൽ ഒരു പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി ആയിരിക്കണം ഒരു നോർമൽ പേഴ്സൺ അയാളുടെ ഇൻവെസ്റ്റിംഗ് ആണെങ്കിലും സേവിങ്സ് ആണെങ്കിലും അയാളുടെ ഇൻകം, അയാളുടെ മണി അയാൾ മാനേജ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ട് നമ്മളെല്ലാവരും പറയുന്നതാണ്, പക്ഷെ പലരും ചെയ്യാത്തൊരു കാര്യമാണ് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് അല്ലേ? എന്താണ് ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ്? ഇപ്പോൾ പലർക്കുള്ളൊരു തെറ്റിദ്ധാരണയും കൂടിയാണ് അതിൽ. ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ വാഹനങ്ങൾക്ക് പോലും ഇൻഷുറൻസ് എടുക്കുന്നത് പോലീസ് പിടിക്കുന്നു മേടിച്ചിട്ടാണ് അല്ലേ? മൊബൈൽ ഓടിക്കുമ്പോൾ ഇൻഷുറൻസ്. അതെ, ഹെൽത്ത് ഈസ് വെൽത്ത് നമ്മൾ പറയും. പക്ഷെ നമ്മൾ പറയുമ്പോൾ പറയും, പക്ഷെ നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ല അല്ലേ? നമ്മൾക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ, ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഇന്നൊരു നോർമൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു നോർമൽ പേഴ്സണിന് അയാളുടെ ഇൻകം സോഴ്സസും അയാളുടെ എക്സ്പെൻസസും മീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അയാളുടെ മേലെ ഒരു തലവേദന, ഒരു ഇടിവെട്ടിയ അവസ്ഥയിലായിരിക്കും ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്നത്. അത് അയാൾക്ക് പോലും ആവണമെന്നില്ല. അയാൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അയാളുടെ ഫാമിലിയിൽ അയാൾക്ക് ബന്ധപ്പെട്ട ആൾക്കാർക്കായിരിക്കും പല രീതിയിൽ വരാം അല്ലേ? അവിടെ നമ്മൾ പൈസ നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന കംപ്ലീറ്റ് അസറ്റ്സ്, കംപ്ലീറ്റ് മണി നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരും. നമ്മളൊരു ഫൈനാൻഷ്യൽ ക്രൈസിസിലോട്ട് പോകുന്ന സിറ്റുവേഷൻസ് വരും. അതിനൊക്കെ നമ്മൾ ലൈക്ക് തുടക്കത്തിൽ നമ്മൾ സംസാരിക്കുന്നതാണെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റിങ്ങിലോട്ട് വരുന്നതിന് മുന്നേ നമ്മൾ പ്രിക്കോഷൻ എടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ അതിന് മുന്നേ കണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ട് അതിനെ ഡീൽ ചെയ്യാം എന്നതിനെക്കാട്ടിലും അതിന് മുന്നേ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഇൻഷുറൻസുകൾ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു പ്രൊട്ടക്ഷനാണ്. അതാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്, ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് നമുക്ക് നമ്മളെയും നമ്മളുടെ ഫാമിലിയെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എമർജൻസി ഫണ്ട്. ഇൻവെസ്റ്റിങ്ങിലോട്ടൊക്കെ നമ്മൾ വരുന്നേ ഉള്ളൂ, ഇപ്പോഴും നമ്മൾ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ആയിട്ടുള്ളൂ, ഫൈനാൻഷ്യലി സെക്യൂർഡ് ആവാനാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ രണ്ടാമത് പറയുന്നത് എന്താണ്? ഇൻഷുറൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ എമർജൻസി ഫണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ട
ഒരു തുക നമ്മൾ സേവ് ചെയ്ത് മാറ്റി വെക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് എമർജൻസിയാണ്, സോ നമുക്കത് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ പോയി നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ ഒരു സേവിങ്സ് ഉണ്ടാവേണ്ടത്. അതല്ലാതെ നമ്മളൊരു അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരിക്കരുത് നമ്മൾ ആ ഒരു സേവിങ്സ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് ഇൻവെസ്റ്റിംഗ് എന്നുള്ളതിനെക്കാട്ടിലും അത് സേവിങ്സ് എന്നുള്ള രീതിയിൽ കാണുകയാണ് ബെറ്റർ. അപ്പോൾ ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എമർജൻസി ഫണ്ട് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എനിക്ക് മാസം ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ എൻ്റെ അത്യാവശ്യ ചിലവുകൾ മീറ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്കൊരു വർഷത്തേക്ക് 1,00,000 രൂപ അല്ലെങ്കിൽ 1,20,000 രൂപ, റഫ്ലി 1,00,000 രൂപ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 മാസമെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം നമുക്ക് നിലവിൽ ഉണ്ടായിരുന്ന ഇൻകം സോഴ്സ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരികയോ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വരിക, നമ്മൾ ഒരുപാട് ക്രൈസിസ് ഇപ്പോൾ നമ്മൾ തന്നെ ഫേസ് ചെയ്തിട്ടുള്ളതാണ്, കോവിഡ് പോലത്തെ ക്രൈസിസുകൾ അല്ലേ. നമ്മളിപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കേണ്ട സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ പണ്ടൊക്കെ ആൾക്കാർ പറയുന്നത് അതൊന്നും നടക്കുന്നു പോകുന്നില്ല, നമുക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ ആൾക്കാരത് ഫേസ് ചെയ്തു. കോവിഡ് പോലത്തെ ഒരു ഹിറ്റ് വന്നു, ആൾക്കാരത് ഫേസ് ചെയ്തു. അപ്പോൾ ആ ഇൻകം സോഴ്സ് നിന്ന് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പഠിച്ചു എന്താണ് അതിൻ്റെ ഒരു സേവിങ്സിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ച് ആൾക്കാർ പഠിക്കാൻ തയ്യാറാവാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മളുടെ എമർജൻസി ഫണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പറായിട്ടൊന്നും നമ്മൾ പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഇഷ്ടം പോലെ ഡാറ്റാസ് നമുക്ക് അവൈലബിൾ ആണ്, എങ്ങനെ എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് നമുക്ക് വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൈനാൻഷ്യലി സെക്യൂർഡ് ആയി നമുക്ക് പറയാം. ഫൈനാൻഷ്യലി നമ്മൾ ഫ്രീ ആവുന്നതിനെക്കാട്ടിലും ഇൻഡിപെൻഡൻ്റ് ആവുന്നതിനെക്കാട്ടിലൊക്കെ അതല്ലേ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഫൈനാൻഷ്യലി സെക്യൂർഡ് ആയി. ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ, ഈ ഫൈനാൻഷ്യലി സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് ആണ്, നമ്മൾ ഇയർലി പേ ചെയ്യേണ്ട ഒരു തുകയായിട്ട് വേണമെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യാം. ഈ നമ്മളൊരു എമർജൻസി ഫണ്ട്, അതുപോലെ തന്നെ നമ്മൾ മന്ത്ലി നമ്മൾ കാണേണ്ട ഒരു എക്സ്പെൻഡിച്ചർ, അതിന് വേണ്ടി വെക്കുന്ന ഫണ്ട്, ഒരു സാധാരണ ഗതിയിൽ ഒരു ഹ്യൂമൻ ബീങ്ങിന് ഇപ്പോൾ ഇന്ത്യയിൽ ലെറ്റ്സ് കേരളത്തിൽ ഒരാളുടെ കയ്യിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 2-3 അക്കൗണ്ട് ഉണ്ടാവും. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരുടെ കയ്യിൽ എനിക്ക് തോന്നുന്നു 85% ആൾക്കാരുടെ കയ്യിലും 2 അക്കൗണ്ടിൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. സോ ഈ എമർജൻസി ഫണ്ടും എക്സ്പെൻഡിച്ചർ ഫണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സേവിങ്സ് ഫണ്ടും ഇതിനൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് വെക്കേണ്ടതുണ്ടോ, അതോ we can manage it if you are well aware of the money that you have? ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ കീപ്പ് ചെയ്യേണ്ടതുണ്ടോ ഒരു നോർമൽ പേഴ്സണെ സംബന്ധിച്ച്. അതായത് ഇപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട്, എക്സ്പെൻസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ഒരു അക്കൗണ്ട് എന്ന രീതിയിൽ വേണ്ടതുണ്ടോ എന്നുള്ളതാണ്. പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 3 ബാങ്ക് അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 3 ബാങ്ക് അക്കൗണ്ട്സിൽ ഒന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ UPI ട്രാൻസാക്ഷൻസ് വേണ്ടിയിട്ടാണ്. ഓക്കെ, കാരണം ഇപ്പോൾ നോർമൽ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്യാഷ് കൊണ്ടെടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ UPI പേയ്മെൻറ്റ്സ് ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മളുടെ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് നമ്മൾ 10 രൂപ ഉണ്ടെങ്കിലും 5 രൂപ ഉണ്ടെങ്കിലും 20 രൂപ ഉണ്ടെങ്കിലും ഒരു ചായ കുടിച്ചാലും 10 രൂപ വരെ നമ്മൾ UPI ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനത്തെ ട്രാൻസാക്ഷൻസിന്, അങ്ങനത്തെ ചെറിയ ട്രാൻസാക്ഷൻസിനൊക്കെ ഞാനൊരു അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അക്കൗണ്ട് തന്നെയാണ് എൻ്റെ ഒരു മന്ത്ലി എക്സ്പെൻസിന് വേണ്ടിയിട്ടും ഞാൻ ഉപയോഗിക്കുന്നത്. സിംപിളി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാൽക്കുലേഷൻ ഉണ്ട്, എൻ്റെ ഒരു പേഴ്സണൽ ബഡ്ജറ്റ് കാൽക്കുലേഷൻ പ്രകാരം എനിക്ക് എൻ്റെ മന്ത്ലി വരാൻ പോകുന്ന ഒരു ആവറേജ് എക്സ്പെൻസ്, ആ ഒരു എമൗണ്ട് ഞാൻ ഒരു അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യും, എല്ലാ മന്തും മാറ്റി വെക്കും. അതിൽ നിന്നാണ് എൻ്റെ UPI ട്രാൻസാക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്. രണ്ടാമത്തെ അക്കൗണ്ടിലോട്ട് വരുമ്പോൾ അതിൽ നിന്നാണ് എൻ്റെ ഡിമാറ്റ് അക്കൗണ്ട്സ്, അതുപോലെ തന്നെ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, മ്യൂച്വൽ ഫണ്ട്സ്, SIP പോകുന്നത്. ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു അക്കൗണ്ടിലാണ്. മൂന്നാമത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് എനിക്ക് അത്രയും യൂസ് കേസ് ഇല്ലാത്തൊരു അക്കൗണ്ടാണ്. പക്ഷെ അതിൽ ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത് എനിക്കൊരു മീൻസ് അതൊരു കറണ്ട് അക്കൗണ്ടും കൂടിയാണ്. അതിൽ എനിക്ക് കൂടുതൽ എമൗണ്ട് എനിക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മീൻസ് ഡെപ്പോസിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും വിഡ്രോ ചെയ്യാനാണെങ്കിലും അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അക്കൗണ്ട് എപ്പോഴും അവിടെ കീപ്പ് ചെയ്യുന്നതാണ്. ആൻഡ് അവിടെ ഈ പറഞ്ഞ പോലെ ഞാൻ എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്തിട്ടുള്ളത് ആ ഒരു അക്കൗണ്ടിലാണ്. അപ്പോൾ ശരിക്കും ഒരു നോർമൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം 2 അക്കൗണ്ടിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഈ 2 അക്കൗണ്ടിൽ തന്നെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ മൂന്നാമതൊരു അക്കൗണ്ടും കൂടി ഉണ്ടെങ്കിൽ ബെറ്ററാണ്. പക്ഷേ അതിൽ കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ ഈ മൂന്നാമത്തെ അക്കൗണ്ടിന് UPI അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ, മീൻസ് നെറ്റ് ബാങ്കിങ് ഉണ്ട് പക്ഷേ ഞാൻ യൂസ് ചെയ്യാറില്ല, UPI കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. മറ്റു 2 അക്കൗണ്ടിനും UPI ട്രാൻസാക്ഷൻസ് ഒക്കെ അവൈലബിൾ, മീൻസ് നമ്മൾ ഗൂഗിൾ പേയിലും ഫോൺ പേയിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മൂന്നാമത്തെ അക്കൗണ്ടിന് ചെയ്തിട്ടില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവിടെ എന്താണ് ഇരിക്കുന്നത്, നമ്മുടെ എമർജൻസി ഫണ്ടാണ്, അത് നമ്മളെടുത്ത് ചിലവാക്കാൻ പറ്റില്ല. സോ UPI ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അത് ചിലവാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതായത് ഒരു ടെംപ്റ്റേഷൻ എപ്പോഴൊക്കെ ഉണ്ടാവും, നമുക്കൊരു ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് എടുത്തേക്കാം എന്ന രീതിയിലോട്ട് അതിലോട്ട് പോകാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്തേക്കണം. അപ്പോൾ അങ്ങനെ സ്പെൻഡിങ് ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 3 അക്കൗണ്ട് യൂസ് ചെയ്യുന്നതും ഒരു അക്കൗണ്ടിൽ അങ്ങനെ മാറ്റി വെക്കുന്നതും നല്ലതാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, ഇപ്പോൾ അതിനൊരു ക്ലാരിറ്റി ഷിപ്പിൽ തന്നു കഴിഞ്ഞു. അതായത് യു ഷുഡ് സ്റ്റാർട്ട് ഫ്രം ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഒരു എമർജൻസി ഫണ്ട് മാറ്റി വെക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിന് ശേഷമാണ് ഇൻവെസ്റ്റിങ്ങും അതല്ലെങ്കിൽ അതിന് പിന്നാലെ ട്രേഡിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ദെൻ യു വിൽ ബി ഇവഞ്ച്വലി ബിക്കം ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ്. ഇതിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസിനെ പറ്റി സ്കൂൾ തലത്തിലും അതല്ലെങ്കിൽ വീട്ടുകളിലും ഒക്കെ ചർച്ച
ചർച്ച ചെയ്യേണ്ട ആവശ്യകത. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ലീശ ആയിട്ടുള്ള ചോദ്യമാണ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് ശിവലെ? അതെ, അത് ക്ലീശേ ക്വസ്റ്റ്യൻ ആണ് ഓഫ് കോഴ്സ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആൾക്കാർ അത് ബോധേഡല്ല, കൺസേൺഡ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോഴും ഒരു ടാബുമായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പൈസ എന്ന് പറയുന്ന സംഭവം കയ്യിൽ കൂടുതൽ വന്നാലും പ്രശ്നമാണ്, കയ്യിൽ ഇല്ലാണ്ടിരുന്നാലും പ്രശ്നമാണ്. അങ്ങനെയൊക്കെ മീൻസ് പൈസ എന്തോ വലിയൊരു വില്ലനായിട്ട് കാണുന്ന രീതിയിലാണ് ആൾക്കാർ ചിത്രീകരിച്ചിട്ടുള്ളത് അല്ലേ. നമ്മൾ കേട്ട് പരിചയമുള്ളതും അങ്ങനെയാണ് അല്ലേ. പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിലോട്ട് പോകും, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു മണി എന്നുള്ള ആ ഒരു ഫാക്ടറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു നോളജ് ആ ഒരു ചെറുപ്പത്തിൽ തന്നെ അത് നല്ല രീതിയിലല്ല കുട്ടികളാരും കേട്ടു തുടങ്ങുന്നത്. അത് മാറണം. എൻ്റെ ഫാമിലിയിലൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യൽ നമ്മൾ ആ ഒരു ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ തന്നെ ഫാദറിൻ്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും എൻ്റേതായ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ ഞാൻ തന്നെ പൈസ ഉണ്ടാക്കണം എന്ന രീതിയിലുള്ളൊരു അപ്രോച്ചൊക്കെ എടുത്തിട്ടായിരുന്നു. ലൈക്ക് അപ്പം ഞാൻ ആ ചൈൽഡ് മീൻസ് എൻ്റെ പഠിക്കുന്ന സമയത്ത് പട ഓഫീസിൽ ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്യും, പോക്കറ്റ് മണി തരും, അതുമായിട്ട് എൻ്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്തു, അങ്ങനെ തന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നു. ലൈക്ക് അത് എൻ്റെ ജേണിയിൽ എനിക്ക് എൻ്റെ ഫൈനാൻഷ്യൽ ജേണിയിൽ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തൊരു ഫാക്ടറും കൂടിയാണത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലൊന്നും അങ്ങനെയല്ല. ഒരാളുടെ കയ്യിൽ ഒരു 100 രൂപ കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടീൻ്റെ അടുത്ത് നമ്മൾ ഇപ്പോൾ വലിയ ആൾക്കാരൊക്കെ പോക്കറ്റ് മണി കൊടുക്കും, ഇപ്പോൾ നമ്മൾ വിഷു കൈനീട്ടം കൊടുക്കും അല്ലേ, പെരുന്നാൾ പൈസ കൊടുക്കും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ആരെന്ത് ചെയ്യാം, വീട്ടിൽ ഉമ്മാരോ അല്ലെങ്കിൽ ഉപ്പാരെന്ത് ചെയ്യും, ആ 100 രൂപ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് മാറ്റി വെക്കും. അത് ചിലവാക്കാൻ പാടില്ല, അത് ചിലവാക്കും, അതുകൊണ്ട് ഞാൻ മാറ്റി വെക്കും അല്ലേ. അതായത് അവരെങ്ങനെ അത് ചിലവാക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം ഈ സംഭവം നിങ്ങളുടെ കയ്യിൽ വരാൻ പാടില്ലാത്തെന്തോ സംഭവമാണെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാണ് അല്ലേ. വീട്ടിൽ നിന്ന് പോട്ടെ, എല്ലാവർക്കും അതിനുള്ള നോളജ് ഉണ്ടായിക്കോളുന്നില്ല. ഇപ്പോൾ വീട്ടിലെ എല്ലാ മീൻസ് ഉപ്പയാലും ഉമ്മയാലും അവർക്കൊന്നും അതിനെക്കുറിച്ചുള്ള നോളജ് ഉണ്ടായിക്കോളുന്നില്ല. എല്ലാ സിറ്റുവേഷൻസും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് കോളേജസിലോട്ട് നേരത്തെ കോളേജസൊക്കെ അവിടെ നിൽക്കട്ടെ, സ്കൂളിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ പല കാര്യങ്ങളിലൂടെയും നമുക്കിത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ കുറേ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്ന രീതിയിൽ ഈ ഫൈനാൻഷ്യൽ ലിറ്ററസി പ്രൊവൈഡ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുട്ടികൾക്ക് പൈസ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അറിയില്ല. അതുകൊണ്ടാണ് സബ്ജക്റ്റായിട്ട് തന്നെ ശരിക്കും സ്കൂളുകളിൽ ആഡ് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇപ്പം നമ്മൾ എക്കണോമിക്സ് ഒക്കെ എവിടെയാണ് നമ്മൾ പഠിക്കണം, +1 +2 വന്നിട്ട്. അതെ, എത്ര വയസ്സിൽ 16-17 വയസ്സ്. അത് ആവശ്യമുള്ളതാണോ? അതെ, ആ ഒരു സമയത്ത് വന്നിട്ട് അതും അവിടെ പഠിക്കുന്നത് എന്താ, കുറേ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്, എക്കണോമിക്സിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അതിലും കുറേ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും അങ്ങനെ ആ ഒരു സംഭവത്തിലോട്ട് വന്നിരിക്കാം. പക്ഷേ നേരെ മറിച്ച് ഒരു 5ാം ക്ലാസ് തൊട്ട്, അതായത് നമ്മൾ ആ ഒരു ഗ്രേഡ് തൊട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് സിമ്പിളായിട്ട് എന്താണ് പൈസ, എന്താണ് മണി, ആ മണി എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, നല്ലതിന് ഉപയോഗിക്കണം എന്ന രീതിയിൽ അവരെ പഠിപ്പിക്കണം. അതല്ലാണ്ട് നമ്മൾ കുട്ടികളുടെ കയ്യിൽ പൈസ വരുന്നു, അവരത് മീൻസ് അത് മിസ്യൂസ് ചെയ്യുന്നു എന്ന രീതിയിൽ അവരെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്. അവരിത് എങ്ങനെ യൂസ് ചെയ്യണം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അവരെയല്ല കുറ്റപ്പെടുത്തേണ്ടത്, നമ്മളെയാണ് കുറ്റപ്പെടുത്തേണ്ടത് അല്ലേ. എനിക്ക് തോന്നുന്നു സ്കൂളുകളിലും ഈ വീട്ടുകളിലും സംസാരിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ശരിക്കും റിയൽ ആയിട്ട് ക്യാഷ് ഉണ്ടാക്കുന്ന ആൾക്കാർ, അതായത് കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഈ കമ്പനികൾ തന്നെ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ്, അതായത് ഹ്യൂജ് നമ്പർ ഓഫ് വോളിയത്തിൽ വർക്കിംഗ് പേഴ്സൺസ് ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ നമുക്കിവിടെ ഇൻഫോ പാർക്കിൽ പോകുകയാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ഒരുപാട് കമ്പനീസിൽ അറ്റ് എ ടൈം 100 അല്ലെങ്കിൽ 300-400 പീപ്പിൾസ് വർക്ക് ചെയ്യുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ഹൈ സാലറി കിട്ടുന്ന ആൾക്കാരുണ്ട്. ഇവരെ അടുത്തെന്ന് പറയുമ്പോൾ ഈ കിട്ടുന്ന സാലറി എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്ത ആൾക്കാർ ഒരുപാട് എപ്പോഴും ഉണ്ട്. നമ്മൾ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ലൈക്ക് ഇപ്പം എനിക്ക് ഇങ്ങനെ സാലറി ഉണ്ട്, എനിക്ക് ഇങ്ങനെ എക്സ്പെൻസസ് വരുന്നുണ്ട്, ഞാൻ ബജറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല, ഇതെങ്ങനെ പ്ലാൻ ചെയ്യാം. എനിക്ക് ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാളെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരു സാധാരണ എംപ്ലോയി പറയാണ്, ഷിബിലിനെ വിളിക്കുകയാണ്, ഷിബിൽ എൻ്റെ അടുത്ത് 10,000 രൂപയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനെ ഏത് രീതിയിൽ തിട്ടപ്പെടുത്തണം, ഇൻവെസ്റ്റ് ചെയ്യണം? എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുള്ളത് പൊതുവേ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യും. അതായത് ഒരു 10,000 രൂപ, ഇപ്പോൾ വാറൻ ബഫറ്റിൻ്റെ തന്നെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്, ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയും. അതായത് എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഒന്നിലിടരുത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളൊരു പാർട്ട് മസ്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇൻവെസ്റ്റിങ്ങിൽ. അപ്പോൾ ഒരു 10,000 രൂപ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ ഒരു 3,000 രൂപ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ. അതായത് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ലൈക്ക് സ്റ്റോക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് വലിയ നോളജ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. അതിൽ CAGR റിട്ടേൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസിലി ആക്സസിബിൾ ആണ്. അത് നമുക്ക് മനസ്സിലാക്കാനും അതിൻ്റെ ഡാറ്റാസ് റീഡ് ചെയ്യാനും എല്ലാം എളുപ്പമാണ്. അപ്പം മ്യൂച്വൽ ഫണ്ട്സ് എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്.
ഒരു 3000 രൂപ നമുക്ക് എന്ത് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. 10,000-ൽ 3000. ബാക്കി ഒരു 3000 രൂപ നമുക്ക് എന്ത് ചെയ്യാം, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്കൽ ഗോൾഡ് മേടിച്ച് കയ്യിൽ വെക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല, പണിക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡിജിറ്റലായിട്ട് നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് ETF-കളായിട്ടും അല്ലാതെ UPI ആപ്പുകളിലാണെങ്കിൽ പോലും നമുക്ക് ഗോൾഡ് മേടിച്ച് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് മേടിക്കാൻ പറ്റും. ഒരു പവൻ മേടിക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 1 ഗ്രാം മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റികളിലും അത് മേടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു 3000 രൂപ നമുക്ക് അതിലോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 3000 രൂപ നമുക്ക് സ്റ്റോക്കിലോട്ട് ചെയ്യാൻ പറ്റും. ഇത് പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയറുകൾ നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. അതിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇൻവെസ്റ്റിംഗ് എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവിലോട്ട് കംപ്ലീറ്റ്ലി നമ്മൾ വരികയാണ്. അപ്പോൾ അവിടെ ഒരു ഇൻവെസ്റ്ററായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തിങ് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കണം. അത് പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയ്ക്കും പഠിക്കാം, അതായത് നമുക്ക് ഇൻഡിവിജ്വലായിട്ടും പഠിക്കാം. നമുക്ക് ഒരുപാട് ഡാറ്റ റിസോഴ്സസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. പക്ഷേ അവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ഒരു ടൈം അതിന് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വർക്കിംഗ് പേഴ്സണെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വർക്കും അയാളുടെ കാര്യങ്ങളും അയാളുടെ വർക്ക് ലൈഫ് ബാലൻസിങ് ഒക്കെ അതിൻ്റെ ഇടയിൽ ഇതിന് വേണ്ടി ഒരു സമയം കണ്ടെത്തുക, അതിനെക്കുറിച്ച് പഠിക്കാനുള്ള സമയം കണ്ടെത്തുക എന്നൊക്കെ പറയുന്ന പാടായിരിക്കും. അപ്പോൾ അയാൾക്ക് ഈസിലി കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ, അങ്ങനെ ആ ഒരു ത്രൂ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനും പറ്റും. ഞാനൊരു നോർമൽ പേഴ്സൻ്റെ കേസാണ് പറയുന്നത്. അയാൾക്ക് സിംപ്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒരു 3000 രൂപ അയാൾക്ക് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 1000 രൂപ ഡെപ്റ്റ് ഫണ്ട്സിലോ അല്ലെങ്കിൽ ബോണ്ടുകളിലോ, ഗവൺമെൻറ് ബോണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു 6 to 8% ഒക്കെ ഇയർലി റിട്ടേൺസ്, അതായത് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അതാണ് ഒരു 1000 രൂപ നമുക്ക് അതിലോട്ടും. 10,000 രൂപ ഫുൾഫില്ലായി. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇന്ന് മാർക്കറ്റിലുണ്ട്. വാട്ട് മേക്സ് മീ ക്യൂരിയസ് ആൻഡ് ദർ ഇസ് എൻ ഓഫ് ഫാക്ടർ വെൻ ഐ ലുക്ക് അറ്റ് യു ആർ 21 years old. ഈ 21 വയസ്സിൽ ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി റൺ ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, ട്രേഡിംഗ് പഠിപ്പിക്കുന്നുണ്ട്, യു ആർ യുവർ സെൽഫ് എ ഫൈനാൻഷ്യൽ ഇൻഫ്ലുവൻസർ. സോ ആ ഒരു ജേർണി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ കാശുള്ളവനും കയ്യിൽ ഒരുപാട് കാശുള്ളവനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് ദ പേഴ്സൺ ഹു ഹാവ് മണി ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം പേഴ്സൺ ഹൂസ് റിച്ച്. ഈ റിച്ച്നെസ് എന്ന് പറയുന്ന ഫാക്ടർ എല്ലാവരും നോക്കിക്കാണുന്ന ഒന്നാണ്. ഇന്ന് ഷിബിൽ അതിൻ്റെ ഒരു തുമ്പത്ത് നിൽക്കുന്ന ഒരാളാണ്. ബിക്കോസ് യു ആർ എക്സ്പ്ലോറിങ് ദാറ്റ് ജേർണി, റൈറ്റ്? സോ ഈ ഏജിൽ നിന്നുകൊണ്ട് ഇത്രയും അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളും, ആൻഡ് ഐ വോണ്ട് ടു നോ അബൌട്ട് യുവർ ജേർണി. എങ്ങനെയാണ് തുടങ്ങിയത്, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, അതുവരെയുള്ള ജേർണി? ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിലും ഒരുപാട് പോഡ്കാസ്റ്റിലും എൻ്റെ ജേർണി പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ കേൾക്കുന്നവരാണെങ്കിലും കാണുന്നവരാണെങ്കിലും, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും, അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് കേട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് പറയുന്നില്ല, അതോടെ പറയാൻ വന്നത്. ഞാൻ എൻ്റെ 16-ാമത്തെ വയസ്സിലാണ് ഈ ഒരു ട്രേഡിംഗ് എന്നുള്ളൊരു മേഖലയോട്ട് വരുന്നത്. അതിന് മുന്നേയും ഞാൻ ചില്ലറ ബിസിനസ്സുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ചെറിയ സ്റ്റാർട്ടപ്പ് ഐഡിയാസൊക്കെ. ലൈക്ക് അപ്പം ഞാനൊരു സ്റ്റിക്കർ കീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാർട്ടപ്പ് എനിക്ക് അന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്നും ഞാനിത് അധികം എവിടെയും പറഞ്ഞിട്ടില്ലാത്ത കാര്യം, അതുകൊണ്ടാണ് ഞാനിവിടെ പറയാത്ത കാര്യം. സ്റ്റിക്കർ കീസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാർട്ടപ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ട് ജസ്റ്റ് ഞാൻ പഠിക്കുന്ന സമയത്ത് അതുകൊണ്ട് കൂടെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പഴയ ട്രാവൽസിൽ. അതിൻ്റെ കൂടെ ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഈ വിനൈൽ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ എനിക്ക് അത്യാവശ്യം ഡിസൈനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ഒരു സൈഡിൽ ഞാനിങ്ങനെ പോസ്റ്റർ ഡിസൈനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യും. പിന്നെ അതൊരു കിഡ് ആർട്ട് സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ആണ് പിന്നെ SR ലൈക്ക് ആ പേരിലോട്ടൊക്കെ വരുന്നത്. SR ക്രിയേഷൻസ്, SRKP അതിലോട്ടൊക്കെ വരുന്നത്. അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യത്തെ ബിസിനസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പോഷർ കിട്ടുന്നത്. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ലൈക്ക് എന്നും നമ്മളുടെ ഉള്ളിൽ സ്പാർക്ക് എവിടെ നിന്നാണ് ഷിബിലിനെ കിട്ടിയത്? ഇപ്പോൾ ഫാമിലി ബിസിനസ്സിലാണോ, അങ്ങനെ എന്തെങ്കിലും ഒരു സ്പാർക്ക് വന്നതാണോ, അതോ വേറെ എവിടെന്നെങ്കിലും ഒരു സ്പാർക്ക് കിട്ടിയതാണോ? ഫാമിലിയിൽ ബിസിനസ് എന്ന് പറയുമ്പോൾ ഉപ്പാക്ക് ട്രാവൽ ഏജൻസിയാണ്. ഉപ്പാടെ ബിസിനസ് എന്ന് പറയുന്നത് ട്രാവൽ ഏജൻസിയാണ്. ഏകദേശം 33 വർഷമായിട്ടുള്ള ട്രാവൽ ഏജൻസിയാണ് പുള്ളിയുടെ. ആ ഒരു 33 വർഷമായിട്ട് പുള്ളി ആ ട്രാവൽ ഏജൻസി കൊണ്ടാണ് നമ്മളെ വളർത്തിയതും. ഫാമിലി ഇപ്പോൾ എനിക്ക് മുകളിൽ 3 താത്താരായിരുന്നു. അവരുടെ കാര്യങ്ങളും അതുപോലെ എൻ്റെ അനിയൻ, ഞങ്ങളുടെ പഠിത്തം കാര്യങ്ങൾ എല്ലാം വീട്ടിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെ മാസത്തിലൊരു ട്രിപ്പൊക്കെ പോരുന്ന ഫാമിലിയാണ്. അത്രയും എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ജീവിക്കാൻ കൊണ്ടുപോകാനും പുള്ളിക്ക് ആ ഒരു ബിസിനസ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നായിരിക്കും ആ ഒരു സ്പാർക്ക്. അതെ, അതാണ് അപ്പോൾ ബിസിനസ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ്. അന്ന് മുതലേ ഞാൻ ഉപ്പാടെ ഓഫീസിൽ വർക്കാണെന്നുണ്ടെങ്കിലും നമ്മളൊരു സ്വന്തം സ്ഥാപനം പോലെയാണ് നമ്മളതിൽ നിൽക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജോബ് എന്നുള്ളൊരു സംഭവം ചിന്തിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. നമ്മളൊരാളുടെ അണ്ടറിൽ പണിയെടുക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന രീതിയിൽ അതിന് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് എന്താ സംഭവിച്ചത്? സ്റ്റിക്കർ കമ്പനിയൊക്കെ ചെറിയ അന്നത്തെ ലൈക്ക് എനിക്ക് അത്യാവശ്യം ഈ ഓട്ടോ ക്രേസ് ഒക്കെ ഉള്ള ആളായിരുന്നു. ബൈക്ക്, കാറ്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ കുറച്ച് സമയം ചെയ്തു. അത് അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ പോയിരുന്നത്. ഞാൻ മീൻസ് ഓൺലൈൻ ഡെലിവറി ആയിട്ട് കൊടുക്കും, ആ രീതിയിലൊക്കെ പോയിരുന്നത്. പിന്നെ അതിൽ നിന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്
ആക്ച്വലി എനിക്ക് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആ ഒരു മേഖലയിലോട്ടൊക്കെ ട്രേഡിങ്ങിലോട്ടൊന്നും വന്നിട്ടില്ല. അതിന് മുന്നേ ഈ MLM സ്കീമുകളിലൊക്കെ പോയിട്ട് പെട്ടു. നമ്മൾ ഈ ബിസിനസ് പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴുള്ള കുറേ കോൺടാക്ട്സ് വരലും അതിൽ നിന്നുള്ള ഇത്തരം നമ്മളെ പിടിച്ചു വലിക്കാവുന്ന കോൺടാക്റ്റുകളൊക്കെ വരുന്നതും അങ്ങനെ കുറച്ച് സ്കാമുകളിലൊക്കെ പെട്ട് കുറച്ച് പൈസ ഒക്കെ പോയി, അങ്ങനെ കുറേ സംഭവങ്ങൾ. അങ്ങനെ പൈസ ഒക്കെ പോയി വരുമ്പോഴാണ് നമുക്ക് അവിടെ നീഡ്സ് വരുന്നത്. അതുവരെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ചിലവൊന്നുമില്ല, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി, വീട്ടിൽ ചിലവിന് കൊടുക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ ചിലവുകൾ ചെറിയ ചെറിയ ചിലവുകളൊക്കെ മീറ്റ് ചെയ്ത് പോയാൽ മതി, ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ, അതൊക്കെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്ന. പക്ഷേ വലിയൊരു എമൗണ്ട് ഓഫ് മണി എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടം അല്ലെങ്കിൽ ഒരു കടം എന്ന രീതിയിലോട്ട് വന്ന സമയത്താണ് എനിക്കവിടെ സീരിയസ്ലി ഒരു ഇൻകം സോഴ്സ് വേണം, കൂടുതൽ പൈസ ഉണ്ടാക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട് എന്ന ഒരു റിയലൈസേഷനിലോട്ട് വരുന്നത്. അവിടെയാണ് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വർക്കൗട്ട് ചെയ്ത് നോക്കി. ഡയറക്റ്റ്ലി ഇൻഡു ട്രേഡിംഗ് അല്ല ഞാൻ വരുന്നത്, വേറെ ഒരുപാട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടാണ്. ഓർമ്മയുണ്ടോ ഫസ്റ്റ് എടുത്ത ട്രേഡ്? ആക്ച്വലി ഞാൻ സ്റ്റോക്കിലാണ് ഫസ്റ്റ് എടുത്ത ട്രേഡ്. റിലയൻസിലായിരുന്നു എൻ്റെ ഫസ്റ്റ് ട്രേഡ്. അത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പിലെ കോള് നോക്കിയിട്ടായിരുന്നു അന്നത്തെ ട്രേഡ് എടുത്തത്. എൻ്റെ ആദ്യത്തെ ട്രേഡ് എനിക്കെല്ലാം ഓർമ്മയുണ്ട്. അതിനെനിക്ക് എൻ്റെ ആദ്യത്തെ ട്രേഡിൽ എനിക്ക് 500 രൂപ പ്രോഫിറ്റ്, 504 രൂപ, അങ്ങനെ 500 സംതിങ് റുപ്പീസാണ് എനിക്ക് അതിൽ പ്രോഫിറ്റ് വന്നത്. അതിൽ ഞാൻ അന്ന് ക്യാപിറ്റൽ ഉപയോഗിച്ച് എനിക്ക് തോന്നുന്നൊരു 20,000 അങ്ങനെ എന്തോ ആണ് ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് ലിവറേജ് ഒക്കെ ഉള്ള ടൈം ആട്ടോ. സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യാൻ 20x ലിവറേജ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ. 500 രൂപേൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കിയതാണ് എൻ്റെ ആദ്യത്തെ ട്രേഡ്. അടുത്ത ദിവസം ഞാൻ 2,500 കളഞ്ഞു കേട്ടോ. 2,500 ഞാൻ അതെ ആദ്യത്തെ ദിവസം പിന്നെ 500 കിട്ടിയപ്പോൾ അന്ന് പിന്നെ ട്രേഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കളഞ്ഞില്ല, അതുകൊണ്ട് അടുത്ത ദിവസം കൊണ്ടുപോയി കളഞ്ഞു. 2,500 കളഞ്ഞു. അങ്ങനെയൊക്കെയായിരുന്നു സ്റ്റാർട്ടിങ്. അതായത് ഇതിനെക്കുറിച്ച് ഒരു നോളജും ഇല്ല. ഞാനതാണ് പ്രത്യേകം പറഞ്ഞത്, ഒരു കോൾ എടുത്തിട്ടാണ് ഞാൻ തുടങ്ങിയെന്ന് പറയാൻ കാരണം ഇതിനെക്കുറിച്ച് യാതൊരു ധാരണ ഇല്ലാതെയാണ് ഇതിലോട്ട് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ 500 രൂപ കിട്ടിക്കഴിയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ഇവിടുന്ന് പൈസ ഉണ്ടാക്കാം. അതാണ് നമ്മളവിടെ. അതുവരെ നമുക്കൊരു ഡൗട്ട്ഫുൾ സിനാരിയോ ആണ്. ട്രേഡിംഗ് എന്നൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ, ഇതൊക്കെ ഉള്ളതാണോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടാണ് അല്ലേ. ഇത് കിട്ടിയപ്പോൾ ഓക്കെ ഇത് നടപടിയാവും, പരിപാടി കൊള്ളാം എന്നൊരു സിറ്റുവേഷൻ വന്നു. അപ്പം അതിനെക്കുറിച്ച് പഠിക്കാനുള്ളൊരു, അപ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കണം, അറിയണം. അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിലോട്ടാണ് നമ്മൾ പിന്നെ പഠിക്കാനും അതിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനും പ്രോപ്പറായിട്ട് ഇത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ട്രൈ ചെയ്യും. ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് ജീവിതത്തിൽ ഇരുട്ട് കയറുന്ന സിറ്റുവേഷൻ വരാം, അവൻ്റെ കയ്യിൽ 10 പൈസ എടുക്കാനില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ്. അതായത് അപ്പോഴായിരിക്കും ചിന്തിക്കുക ഇനി എന്ത് എന്നുള്ളത്. പൊതുവേ ആ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൺ ആവുക എന്ന് പറഞ്ഞത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. സോ നമ്മുടെ ലൈഫിലെ ഈ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് പേഴ്സണലായിട്ടുള്ള ജീവിതത്തെ ഒരുപാട് ബാധിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് അതിനൊക്കെ ഓവർകം ചെയ്തിട്ടുള്ളത്? എൻ്റെ പേഴ്സണലി എനിക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഫൈനാൻഷ്യലി ഉള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഓവർ സ്പെൻഡിങ് ആയിരുന്നു. ഓക്കെ. എൻ്റെ കൈയൊക്കെ കണ്ടിട്ട് പലരായിരുന്നു ഓട്ടക്കയ്യാന്നൊക്കെ പറയായിരുന്നു. ലൈക്ക് അങ്ങനെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ചിലവാക്കുമായിരുന്നു. അതായത് അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ഫൈനാൻഷ്യൽ നോളജ് കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളാണത്. പൈസ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു, പൈസ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തന്നു. പക്ഷെ എന്നാലും ഒരു പരിധി വരെയൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് കൂടുതൽ ചിലവാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സേവിങ്സിനെ കുറിച്ച് പ്രോപ്പറായിട്ടുള്ളൊരു നോളജ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അത് എനിക്ക് ആ ചെറുപ്പം മുതലുള്ളൊരു ശീലം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അത് മാറ്റിയെടുക്കാൻ ഞാൻ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. എൻ്റെ ആ ഒരു സ്പെൻഡിങ് കൾച്ചർ മാറ്റണം, മൊത്തത്തിൽ കുറേ റീസ്ട്രക്ചർ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് സിനാരിയോ നോക്കുകയാണെങ്കിൽ അന്നുണ്ടായിരുന്ന ഇൻകം അല്ല ഇപ്പോൾ അതുപോലെ ചിലവാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകും അല്ലേ. ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു കൈയും കണക്കും വേണം. അപ്പം അത് ആ ഒരു എൻ്റെ ആ ഒരു ഹാബിറ്റ് മാറ്റിയെടുക്കാൻ നല്ല രീതിയിൽ പണിയെടുക്കും. ആ ബിഹേവിയർ മാറ്റിയെടുക്കാനായിട്ട് എന്ത് സ്ട്രാറ്റജിയാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ലൈഫിൽ? ലൈക്ക് ലെറ്റ്സ് സേ ഒരു എത്ര പെർസെൻറ്റേജ് ആയിരിക്കും ഒരു മാസം ഞാൻ സ്പെൻഡ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ഇൻകത്തിൽ നിന്ന് മാറ്റി വെക്കുള്ളൂ, അങ്ങനെ എന്തെങ്കിലും സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത്? അത് തന്നെയാണ് ചെയ്തത്. അതായത് ഒരു പ്രോപ്പർ ബജറ്റിങ്ങിലോട്ട് കൊണ്ടുവന്നു. ഓക്കെ. അതപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവണം നമ്മളുടെ എക്സ്പെൻസുകളെ കുറിച്ച്. അതില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മളുടെ എക്സ്പെൻസുകളെ കുറിച്ചായിരിക്കണം നമുക്ക് ലൈക്ക് നമ്മുടെ ഇൻകത്തിനെക്കാട്ടിലും സേവിങ്സിനെക്കാട്ടിലൊക്കെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ എക്സ്പെൻസുകളെ കുറിച്ചാണ്. എവിടെയൊക്കെയാണ് നമുക്ക് പൈസ ചിലവാകുന്നത്, അതിൽ നമ്മുടെ ഫിക്സഡ് എക്സ്പെൻസസ് എന്താണ്, വേരിയബിൾ എക്സ്പെൻസസ് എന്താണ്, അതിൽ ഫിക്സഡിൽ തന്നെ നമുക്ക് അനാവശ്യമായിട്ട് എവിടെയെങ്കിലും പൈസ ചിലവാകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ, അതായത് നമ്മുടെ എക്സ്പെൻസുകൾ നമുക്ക് ട്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു പ്രോപ്പർ ബജറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം. അതെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നു അന്ന് മുതലാണ് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഫൈനാൻസ് ജേണിയിൽ ഞാൻ കുറേയൊക്കെ ബെറ്ററായി വന്നത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് തിങ്. അതിലോട്ട് വന്നു, ഒരു ബജറ്റിങ്ങിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി എവിടെയാണ് എനിക്ക് കൂടുതൽ ആവശ്യമില്ലാണ്ട് പൈസ ചിലവാകുന്നത്, അല്ലെങ്കിൽ എവിടേക്കാണ് ഞാൻ കൂടുതൽ ആവശ്യത്തിന് വേണ്ടി പൈസ ഉപയോഗിക്കേണ്ടത് എന്ന രീതിയിൽ കുറേ സ്ട്രക്ചർ ചെയ്യാൻ പറ്റി. അപ്പോൾ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ തന്നെ എനിക്ക് നല്ല രീതിയിലൊരു എക്സ്ട്രാ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ വരെ ആ ഒരു ബജറ്റിംഗ് എന്നെ ഹെൽപ്പ് ചെയ്തു.
എനിക്ക് തോന്നുന്നു ഈ ട്രേഡിംഗ് ജേർണി എന്ന് പറഞ്ഞത് തന്നെ ഹൈലി റിസ്ക്കും ഹൈലി റിവാർഡും തരുന്നൊരു ജേർണിയാണ്. അപ്പോൾ ട്രേഡർ എന്ന നിലയിൽ ഇപ്പോൾ എനിക്ക് തുടക്കത്തിലൊക്കെ ഓർമ്മയുണ്ട്, ട്രേഡിംഗ് ചെയ്യാന്ന് പറഞ്ഞത് നമ്മൾ ട്രേഡ് ചെയ്യുന്തോറും നമുക്ക് ഉണ്ടാക്കുന്ന പ്രോഫിറ്റും നമുക്ക് ഉണ്ടാക്കുന്ന ലോസും നമ്മൾ ഫൈനാൻഷ്യലിയും പേഴ്സണലിയും ഇമോഷണലിയും എഫക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ മാനേജ് ചെയ്യാന്ന് പറഞ്ഞത് അത്രയും ഹൈലി എന്താ പറയുക, അത്രയും വിൽ പവർ വേണ്ട ഒരു പ്രോസസ്സാണ്. സോ ട്രേഡിംഗ് സമയത്ത് ലെറ്റ്സ് ഇപ്പോൾ നമ്മൾ 50,000 ട്രേഡ് ചെയ്യണം, 50,000 ട്രേഡ് ചെയ്തിട്ട് നമ്മളൊരു 10,000 ലാഭം ഉണ്ടാക്കണം. അടുത്ത ട്രേഡ് ചിലപ്പോൾ നമുക്ക് 50,000 നഷ്ടമാവണം, പിന്നെ അങ്ങനെയുള്ളത് 10,000 രൂപയാണ്. അപ്പോൾ അസറ്റായിട്ട് 10,000 പറ്റൂല, കാരണം 50,000 ട്രേഡ് എടുത്താൽ നമുക്കൊരു 10,000 ലാഭം കിട്ടുള്ളൂ. സോ നമ്മൾ അത് ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ലയബിലിറ്റീസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. സോ ഇതുപോലെ ട്രേഡിങ്ങിൽ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഞാൻ ചെയ്തു പോയി എന്ന് വിചാരിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്തായിരിക്കാം? ഞാൻ ഓപ്ഷൻസിലോട്ട് വന്ന സമയത്ത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റോക്കിലായിരുന്നു ഞാൻ ആദ്യം ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പെട്ടെന്നായിരുന്നു ഓപ്ഷൻസിലോട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. ഓപ്ഷൻസ് ട്രേഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെബി തന്നെ പറഞ്ഞിട്ടുണ്ട് 95% ആൾക്കാർ പൈസ നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെ ചാടി കയറി എന്താണ് ഹൈലി റിസ്ക് ആണ്, ഹൈലി റിവാർഡബിൾ ആണ്. കമ്പയറിംഗ് ടു സ്റ്റോക്സ് നല്ല അടിപൊളിയായിട്ട് റിവാർഡ് ഉണ്ടാക്കാൻ പറ്റുന്ന, ലൈക്ക് ക്രിപ്റ്റോയിലൊക്കെ റിവാർഡ് ഉണ്ടാക്കുന്ന പോലെ റിവാർഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ക്രിപ്റ്റോ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം ഓപ്ഷൻസിനെ. അതായത് ഇൻ പെർസെൻറ്റേജിൽ ഹ്യൂജ് റിട്ടേൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അൺലിമിറ്റഡ് പ്രോഫിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ അതിനനുസരിച്ച് അതിൻ്റെ റിസ്ക്കും ഉണ്ട്. നമ്മൾ എൻ്റയർ ക്യാപിറ്റൽ വരെ വാഷ് ഔട്ട് ചെയ്യാനുള്ള പവർ എന്തിനുണ്ട്? ഈ ഓപ്ഷൻസിനുണ്ട്. അവിടെയാണ് എനിക്ക് എൻ്റെ ട്രേഡിംഗ് ജേർണി തന്നെ ഒരു ബിഗ്ഗസ്റ്റ് ഹിറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 2.5 lakhs സിംഗിൾ ട്രേഡിൽ, അതായത് സിംഗിൾ ട്രേഡ് എനിക്ക് വാഷ് ഔട്ട് ആയി പോയിട്ടുണ്ട് 2.5 lakhs, വിച്ച് മീൻസ് ഞാനൊരു പ്രീമിയം മേടിച്ചു. ആ പ്രീമിയം ഞാൻ വിത്തൗട്ട് എ സ്റ്റോപ്പ് ലോസ് ഹോൾഡ് ചെയ്തു. മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഞാൻ പ്രോപ്പർ അനാലിസിസ് ചെയ്യാതെയാണ് ആ ഒരു ട്രേഡിൽ എൻട്രി ചെയ്തത്, ഫസ്റ്റ് മിസ്റ്റേക്ക്. രണ്ടാമത്തെ മിസ്റ്റേക്ക് ഞാൻ ചെയ്തത് അതിനൊരു സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്തില്ല എന്നുള്ളതാണ്. ആൻഡ് അത് ഞാൻ ഓവർനൈറ്റ് വെച്ചു എന്നുള്ളതാണ് എൻ്റെ മൂന്നാമത്തെ മിസ്റ്റേക്ക്. അതായത് ഓവർനൈറ്റ് ആയിട്ട് ഞാനത് ഹോൾഡ് ചെയ്തു, നെക്സ്റ്റ് ഡേയിലോട്ട് ഞാൻ ഹോൾഡ് ചെയ്തു. അപ്പോൾ മാർക്കറ്റിൽ വന്നിട്ടുള്ള ആ ഒരു 3:15 നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ഡേ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള ഫ്ലക്ച്വേഷൻസ്, ലൈക്ക് ആ ഒരു വ്യത്യാസത്തിൽ വന്നിട്ടുള്ള ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺസ് നല്ല രീതിയിൽ എഫക്ട് ചെയ്തു. പ്രീമിയം മെൽറ്റായി, ഓപ്ഷൻസ് ആണ് 0 വരെ ആയി പോകും. എൻ്റെ അടുത്ത ചോദ്യം അത് തന്നെയായിരുന്നു. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിലെ ഏറ്റവും കൂടുതൽ, അതായത് ദിസ് ഇസ് ഗോണ ഡ്രെയിൻ മീ, ഇത് എൻ്റെ ഫൈനാൻഷ്യൽ കരിയറിന് തന്നെ ഡ്രെയിൻ ചെയ്യാൻ പോകുന്ന ട്രേഡ് ചിലപ്പോൾ എനിക്ക് അത് തന്നെയായിരിക്കാം. പിന്നെ എനിക്ക് ഞാൻ ആ സത്യം പറഞ്ഞാൽ ആ ഒരു 2.5 lakhന്റെ ഹിറ്റ് കിട്ടിയ സമയത്ത് ഞാൻ നേരെ ഒരു ബ്രേക്ക് എടുക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ മെൻ്റലി ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിരുന്നു. കാരണം അതുവരെ ഞാനൊരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പോകുന്ന സമയത്ത് ഞാനൊരു പുതിയ സംഭവം ട്രൈ ഔട്ട് ചെയ്യാവുന്ന രീതിയിൽ എടുത്ത അപ്രോച്ചായിരുന്നു ആ ഒരു ട്രേഡ്. പക്ഷെ അത് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിൽ, എന്താ പറയുക, കൈ പൊള്ളിയ അവസ്ഥയിലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത് നല്ല രീതിയിൽ എൻ്റെ മെൻ്റലി എന്നെ നല്ല രീതിയിൽ എക്സ്വാസ്റ്റ് ചെയ്തു. ആ ഒരു ബ്രേക്ക് ഞാൻ എടുക്കേണ്ട സിറ്റുവേഷൻ വന്നു. അവിടെ ഞാനൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തു. എന്നിട്ടാണ് ഞാനതൊന്ന് അതിൽ നിന്നൊന്ന് ലൈക്ക് ആദ്യം നിന്നൊന്ന് ഗീവ് അപ്പ് ചെയ്ത്, മീൻസ് ആദ്യം നിന്നൊന്ന് റെഡി ആയി വന്നത്, സിംപ്ലി പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ യങ്ങസ്റ്റ് ഏജിൽ ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫുൾ ടൈം ജോബിനെ പോലെ അക്സെപ്റ്റ് ചെയ്ത ഒരാളാണോ ഷിബിൽ? ആ ജേർണി എന്താണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? പലർക്കുള്ളൊരു സംശയമാണ്. ഇപ്പം എൻ്റെ പ്രൊഫൈൽസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എൻ്റെ മീൻസ് ബയോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഒരു ഫുൾ ടൈം ട്രേഡറാണ്. ആക്ച്വലി ഞാനൊരു ഫുൾ ടൈം ട്രേഡർ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്നും പറയാം, അല്ലാന്നും പറയാം. പക്ഷെ ഞാൻ ഫുൾ ടൈം ട്രേഡർ എന്ന നിലയിൽ ഞാൻ രാവിലെ 9:15 മുതൽ 3:30 വരെ സ്റ്റോക്ക് മാർക്കറ്റിൽ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുമ്പോൾ ആ ഒരു ടൈമേ ഉള്ളൂ. ക്രിപ്റ്റോ പോലെ നമുക്ക് 24 hours ഇല്ലാത്തതുകൊണ്ട് അത്രയും സമയം ഇരിക്കേണ്ട. ആ ഒരു സമയം മുഴുവനും ഞാൻ മാർക്കറ്റിൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ മാർക്കറ്റ് അനലൈസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിനെ കുറിച്ചുള്ള ഡാറ്റാസ് നോക്കുക. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ട്രേഡിംഗ് അല്ല ഞാൻ ചെയ്യുന്നത്. ബേസിക്കലി ഞാനൊരു സിസ്റ്റമാറ്റിക് ട്രേഡറാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സിസ്റ്റമാറ്റിക് മെത്തേഡ്, എൻ്റെ ട്രേഡിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള സമയം മാത്രമേ എനിക്ക് അതിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. വളരെ കുറഞ്ഞ സമയം ഞാൻ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാറുള്ളൂ. കമ്പാരിറ്റീവ്ലി മറ്റുള്ള ട്രേഡേഴ്സൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം ഞാൻ ട്രേഡിങ്ങിന് സ്പെൻഡ് ചെയ്യാറുള്ളൂ. ആ ഒരു രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഫുൾ ടൈം ട്രേഡർ എന്നല്ല, ഒരു പാർട്ട് ടൈം ട്രേഡർ എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ എപ്പോഴും ട്രേഡിങ് അത് സ്റ്റാർട്ട് ചെയ്ത സമയത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഞാനതൊരു ഇൻകം സോഴ്സ് ആയിട്ടാണ് സ്റ്റിൽ കാണുന്നത്. ഒരിക്കലും അതൊരു കരിയർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ എന്ന രീതിയിൽ ഞാൻ, ഓഫ് കോഴ്സ് എനിക്ക് നല്ല രീതിയിൽ ഇൻകം തരുന്ന ഒരു പ്രൊഫഷൻ, ഒരു കരിയർ തന്നെയാണത്. പക്ഷെ അത് തന്നെയാണ് എൻ്റെ കരിയർ, അല്ലെങ്കിൽ മണി സോഴ്സ് ആയി കണ്ടുകൊണ്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതെ, അതല്ലാതെ നമ്മൾ അത് ഫുൾ ടൈം ട്രേഡർ അല്ലെങ്കിൽ അത് മാത്രം മതി എനിക്ക്. അവിടെയാണ് എക്സോസ്റ്റിംഗ് ആയ ജേർണി ആയിരിക്കും ഒരു ഫുൾ ടൈം ട്രേഡർ എന്ന് പറയുമ്പോൾ. ഒബ്വിയസ്ലി അത് വളരെ എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള ജേർണി ആയിരിക്കും. അത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 2.5 lakhs ലോസ് എന്ന് പറയുന്നത് എൻ്റെ 19ാമത്തെ വയസ്സിലാട്ടോ. ഈ 19ാമത്തെ വയസ്സിൽ 2.5 lakh ഉണ്ടാക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പറ്റുന്ന കാര്യമാണ്. അതിപ്പോൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നതിനും അതിൻ്റെതായ ഒരു ഹിറ്റ് ഉണ്ട്. സോ അങ്ങനെ ഒരു ട്രേഡിംഗ് മാത്രമായിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്തരം സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല,
ട്രേഡിംഗ് ഒരിക്കലും ഒരു ഫിക്സഡ് ഇൻകം സോഴ്സ് അല്ല, ഒരു സ്റ്റഡി ഫ്ലോ ഓഫ് ഇൻകം സോഴ്സ് അല്ല. വെൽ, ടോക്കിംഗ് ഓഫ് വിച്ച്, ഈ ഫിക്സഡ് ഇൻകം സോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ ട്രേഡിംഗ് ബോട്ടുകളും AI ബോട്ടുകളൊക്കെ മാർക്കറ്റിൽ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ്. സോ ഈ AI, ബ്ലോക്ക് ചെയിൻ, അതുപോലെ ബോട്ടുകൾ, ഇപ്പം ഇതിൻ്റെ ഒക്കെ വരവോട് കൂടിയിട്ട് ഈ ട്രേഡിംഗ് മേഖലയിൽ അത് പോസിറ്റീവായിട്ടാണ് ഇമ്പാക്ട് ചെയ്യുന്നത്, അതോ നേരെ ഉൾട്ട നെഗറ്റീവായിട്ടാണോ മാർക്കറ്റ് ഇമ്പാക്ട് ചെയ്യുന്നത്? അതിൽ പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. നമ്മളെല്ലാ പ്രൊഫഷനെയും പറയുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ AI അല്ലെങ്കിൽ ഇത്തരം ടെക്നോളജീസിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ട്രേഡിങ്ങിലാണെന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റിങ്ങിലാണെന്നുണ്ടെങ്കിലും സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ബിൽഡ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് തരുന്നുണ്ട്. AI എന്ന് പറയുന്ന സംഭവങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഹ്യൂമൻ എഫേർട്സ് നമുക്ക് കുറേ കുറക്കാൻ പറ്റുന്നുണ്ട്. അതായത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ AI ഉപയോഗിച്ച്. അതേസമയം ഈ AIയുടെ പേര് പറഞ്ഞ് ഒരുപാട് സ്കാമുകളും ഒരുപാട് ഫ്രോഡുകളും നടക്കുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ. അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറക്സ് ആയിക്കോട്ടെ, ക്രിപ്റ്റോ ആയിക്കോട്ടെ, ഇതിലൊക്കെ നമുക്ക് ഈ AI എന്നുള്ള പേര് പറഞ്ഞിട്ട് ട്രേഡിംഗ് എന്നുള്ള AI ട്രേഡിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് വേണ്ടി AI ട്രേഡ് ചെയ്യും, എന്നിട്ട് AI ട്രേഡ് ചെയ്യില്ല. ഫസ്റ്റ് തിങ് അതാണ്. AI എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യാനുള്ള സംഗതിയല്ല. അതിൽ നിന്ന് നമുക്ക് ഡാറ്റാസ്, ഓഫ് കോഴ്സ് ഡാറ്റാസ് നമുക്ക് കിട്ടും. ഡാറ്റാസ് വെച്ച് നമുക്ക് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാനൊക്കെ പറ്റും. എന്ന് വിചാരിച്ച് AI എന്ന് പറയുന്ന ഒരിക്കലും ഒരു ബോട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവമല്ല. ബോട്ട് എന്ന് പറയുമ്പോൾ ആൽഗോ ആണ്, അത് ഓൾറെഡി മാർക്കറ്റിലുള്ള സംഭവമാണ്. ഇപ്പോൾ AI എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഭയങ്കര ക്രേസി ട്രെൻഡിങ് ആയിട്ട് മാർക്കറ്റിൽ മൊത്തത്തിൽ നിൽക്കുന്നതുകൊണ്ട്, ആ ഒരു ഇന്റർനെറ്റിൽ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് AIയുടെ പേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആൾക്കാരെ ഇതിലോട്ട് കൊണ്ടുവരാം എന്ന രീതിയിൽ AI അതിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അത് ശരിക്കും നേരത്തെ മാർക്കറ്റിലുള്ള സംഭവങ്ങൾ തന്നെയാണ് ഈ ആൽഗോ അല്ലെങ്കിൽ ഓട്ടോമേഷൻ, ഓട്ടോ ബോട്ടുകൾ. ഇതിൽ എത്രത്തോളം സക്സസ് റേറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ബോട്ടുകളാണെങ്കിലും എല്ലാ സിസ്റ്റമാറ്റിക് മെത്തേഡ്സ് ആണെങ്കിലും അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ആണ്. ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജീസിന് മാർക്കറ്റ് സൈക്കിൾസ് പലതരത്തിലുള്ള മാർക്കറ്റ് സൈക്കിൾസ് ഉണ്ട്. ഏതൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി എടുത്ത് പോകുകയാണെങ്കിൽ അതിന് നല്ല റിവാർഡബിൾ ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും, റിവാർഡ്സ് കുറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും, അങ്ങനെ പല രീതിയിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു റണ്ണിൽ ലോസിലോട്ടും പ്രോഫിറ്റിലോട്ടും ഒക്കെ നമ്മളെ പോർട്ട്ഫോളിയോ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അറ്റ് ദ എൻഡ് ചിലപ്പോൾ നമ്മൾ പ്രോഫിറ്റബിൾ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്ലക്ച്വേഷൻസിൽ പെട്ടുപോയിട്ടുണ്ടാവും. ലൈക്ക് ലോസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും. വിച്ച് മീൻസ് നമ്മൾ ആ ഒരു ബോട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പം നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റിൽ അത് ഹോൾഡ് ചെയ്യുന്ന ആൾ പ്രോഫിറ്റിലായിട്ടുണ്ടാവും, പക്ഷെ നമ്മളൊരു മാസം മുന്നേ ചിലപ്പോൾ അതിൽ നിന്ന് നിർത്തിയിട്ടുണ്ടാവും, നമ്മൾ ലോസിൽ പോയിട്ടുണ്ടാവും. അങ്ങനെ പറ്റുന്ന ആൾക്കാരുണ്ട്. അതായത് നല്ലപോലെ റൺ ചെയ്യുന്ന ബോട്ടുകളും ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രോഫിറ്റബിൾ ആയിട്ട് പോകുന്ന ബോട്ടുകളുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ടെക്നോളജി ഉപയോഗിച്ച് അവരെന്ത് ചെയ്തിരിക്കുകയാണ്, അവർ ആ ഒരു ഹ്യൂമൻ എഫേർട്സ് കുറച്ചിരിക്കുകയാണ്. അതാണ് അവിടെ ഈ ട്രേഡിംഗ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഫൈനാൻഷ്യൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നഷ്ടം വരുത്താൻ സാധ്യതയുള്ള ഒരു മൂവ് എന്തായിരിക്കാം? ഒന്ന് നമ്മൾ ഈസിലി പറയാം, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നോളജ് ഇല്ലാതെ വന്ന് കയറുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാളും നോളജ് ഇല്ലാതെ വന്ന് കയറിയാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരാല്ല. നമ്മൾ പറയാൻ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാമെന്നൊക്കെ. പക്ഷേ അതിനേക്കാളും വലിയൊരു തെറ്റ് എല്ലാവർക്കും പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ കുറേ പൈസ വരുമ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അയാൾക്ക് എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ അനദർ ഇൻകം വേണം എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതല്ലാതെ വരുന്നൊരു കാറ്റഗറി ആൾക്കാരുണ്ട്. ആ ഒരു കാറ്റഗറി ഉണ്ട്. അതല്ലാതെ വരുന്നൊരു കാറ്റഗറി എന്ന് പറയുമ്പോൾ കയ്യിൽ കുറേ പൈസ വരുമ്പോൾ ഇതെന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന രീതിയിൽ. അപ്പോൾ അവരിങ്ങനെ കുറേ സംഭവങ്ങൾ നോക്കും, ബിസിനസ് നോക്കും, അത് നോക്കും, ഇത് നോക്കും. അപ്പോൾ അവർ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്താണ്, ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുക, നേരെ പൈസ ഇടുക, പൈസ കളയുക. ഇതിനാണ് ട്രേഡിങ്ങിലോട്ട് വരുന്നത്. അങ്ങനെ ട്രേഡിങ്ങിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റിങ്ങിൽ വന്നിട്ട് ബ്ലൈൻഡ്ലി ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി കൊടുത്തിട്ട് വാനിഷാക്കി കളയുന്ന ആൾക്കാരുണ്ട്. അത് ഒരു കാറ്റഗറി ആൾക്കാർ. അത് ആ ഒരു മൂവ്മെൻറ്റ്, അതായത് വലിയൊരു എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഉപയോഗിച്ച് ഇനീഷ്യലി തന്നെ നിങ്ങൾ മാർക്കറ്റിൽ അപ്രോച്ച് ചെയ്യുന്നതാണ് വലിയൊരു മിസ്റ്റേക്ക് എല്ലാവരും വരുത്തുന്ന ഒരു മൂവ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉള്ള ആൾക്കാർ അവരെന്ത് ചെയ്യാണ്, അവരിതുപോലെ ലോണോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ എടുത്തിട്ട് അതും ഈ പറഞ്ഞ ഇത്രയും റിസ്കി ആയിട്ടുള്ള ഒരു ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു ലോൺ എടുത്ത് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് നിൽക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ലോൺ എടുത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോലും പോകരുത്. ട്രേഡിംഗ് അവിടെ നിൽക്കട്ടെ, ഇൻവെസ്റ്റ് ചെയ്യാൻ പോലും പോകരുത്. കാരണം ഇത്രയും ആ ഒരു റിസ്ക് ആസ്പെക്ട്സ് നമ്മൾ മനസ്സിലാക്കണം, അത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അല്ലാതെ നമ്മൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയ സമയത്ത് ഷിബിനോട് ഞാൻ ചോദിച്ചു, എനിക്കൊരു ഇൻട്രൊഡക്ഷൻ ഷിബിന് തരണം. എല്ലാവരും പൊതുവേ തരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് തരാൻ താല്പര്യമില്ല, കുറച്ചും കൂടി ക്ലീഷിൽ നിന്ന് കുറച്ചും ഡിഫറെൻ്റ് ആയ എന്തെങ്കിലുമൊക്കെ തരണം. സോ യു മെൻഷൻ ദാറ്റ് യു ലവ് ടു ബി കോൾഡ് ആസ് എൻ ഓൺട്രപ്രണർ. അതായത് ഒരു ഓൺട്രപ്രണർ ആയി വിളിച്ചറിയാൻ താല്പര്യമുണ്ടെന്നാണ് പറഞ്ഞത്. പ്രോബബ്ലി അതാണോ ഷിബിലിൻ്റെ ഒരു എയിം, ലൈക്ക് ഐ വാണ്ട് ബിക്കം സക്സസ്ഫുൾ ഓൺട്രപ്രണർ? ഓഫ് കോഴ്സ്. കാരണം ടോക്കിംഗ് അബൌട്ട് മണി ആൻഡ് ഓൾ, ഒരുപാട് അസറ്റ് കയ്യിൽ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ സിൻസ് യു മെൻഷൻഡ് അത് ഷിബിലിൻ്റെ ഒരു ഇൻകം സോഴ്സ് മാത്രമാണ്. ഓൺട്രപ്രണർ ജേണി തന്നെയാണോ ഫുൾ ടൈം ആയിട്ട് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ടാണ് ഞാനത് സ്പെസിഫിക് ആയിട്ട് അത് മെൻഷൻ ചെയ്യാൻ തന്നെ കാരണം എന്ന് പറയുന്നത്, ട്രേഡിങ്ങിലോട്ട് വരുന്ന കുറേ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യം പറയാം. ട്രേഡിങ്ങിലോട്ട് വരുന്ന കുറേ ആൾക്കാർ നമ്മളെടുത്തൊക്കെ അപ്രോച്ച് ചെയ്യാറുള്ളത്, നമ്മൾ ഇപ്പം നിലവിലൊരു ഇൻകം സോഴ്സ് ഉണ്ടാവും, ജോബ് ഉണ്ടാവും, അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടാവും, അതെല്ലാം നിർത്തിയിട്ട് ഞാൻ ട്രേഡിങ്ങിലോട്ട് വരാം
അങ്ങനെ കുറേ പേരുണ്ട്. അവർക്കൊക്കെയാണ് ഞാനിത് പറയാനുള്ളത്. ഞാൻ പറയുന്നത്, ഞാൻ ട്രേഡ് ചെയ്യുന്ന ആളാണ്, ട്രേഡിങ്ങിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ട് എന്താ, ട്രേഡിങ് മാത്രമാണോ ഞാൻ ചെയ്യുന്നത്? അല്ല, ഞാനതല്ലാതെയും ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? അതാണ് ഞാനവിടെ പറയാനുള്ളത്. ഒരിക്കലും ട്രേഡിംഗ് എന്ന് പറയുന്നത് മാത്രം നിങ്ങളുടെ ഒരു ഇൻകം സോഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകണ്ട. അതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് അത്രയും ടൈമൊന്നും അതിൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇഷ്ടംപോലെ സമയം നിങ്ങൾക്ക് ബാക്കി കിട്ടും. നിങ്ങൾക്ക് അത് മറ്റുള്ള ബിസിനസ്സുകൾക്ക്, ജോബിന് എല്ലാം ഉപയോഗിക്കാൻ പറ്റും. എപ്പോഴും ട്രേഡിംഗ് ഒരു ഇൻകം സോഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതാണ് ഒരു കാര്യം. പിന്നെ എൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ, എന്തുകൊണ്ട് ഞാൻ ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആ ഒരു ബിസിനസ് മേഖലയിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ട്രേഡർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്നുള്ളതിനെക്കാട്ടിലും അങ്ങനെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രേഡിംഗ് സ്റ്റിൽ ഒരു ഇൻകം സോഴ്സാണ്. ഞാൻ കൂടുതലും ബിസിനസ്സിലോട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ഓൺട്രപ്രണർഷിപ്പിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അസറ്റ് മാനേജ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിലും അക്കാദമി ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം കൊണ്ടുവരുന്നത് അവിടെ എന്താണ് ആൾക്കാർക്ക് ഇല്ലാത്തത്. ഇപ്പോൾ അക്കാദമി ഞാൻ കൊണ്ടുവരുന്നതെന്ന് പറയുന്നത്, എൻ്റെ നാട്ടിൽ മലപ്പുറത്ത് തിരൂര് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചോ ട്രേഡിങ്ങിനെ കുറിച്ചോ പഠിപ്പിക്കാൻ യാതൊരു ഓപ്ഷൻസോ ഒരു സോഴ്സും ഉണ്ടായിരുന്നില്ല. ഞാൻ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്ത സമയത്ത് അവിടേക്കാണ് ഞാൻ എന്ത് ചെയ്തത്, ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള ഒരു അക്കാദമി എന്ന നിലയിൽ റോയൽ ട്രേഡേഴ്സ് അക്കാദമി എന്നുള്ള സംഭവം സംസാരിക്കുമ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ട്രേഡിങ്ങിൽ ഏറ്റവും നഷ്ടമുള്ളവരാണ് ട്രെയിനിങ്ങിന് ഇറങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്രിറ്റിസിസം പൊതുവെ കേൾക്കാറുണ്ട്. സോ ഈ ട്രേഡിങ്ങും ട്രെയിനിങ്ങും അത് രണ്ടും ഒരുമിച്ച് പോകേണ്ട ഒന്നാണ്. അതായത് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് അതിനെപ്പറ്റി പഠിപ്പിക്കുക എന്ന് പറഞ്ഞത്, പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞതും അത് വലിയൊരു കഴിവ് തന്നെയാണ്. സോ ഈ ക്രിറ്റിസിസം എങ്ങനെയാണ് ഷിബില മാനേജ് ചെയ്യുക? നമുക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് എനിക്കത് കൂടുതൽ ഫേസ് ചെയ്യാൻ തുടങ്ങിയത്. വിച്ച് മീൻസ് ഇപ്പോഴാണ് കൂടുതൽ ആൾക്കാർ അതിനെക്കുറിച്ച് ബോധേഡാവാൻ തുടങ്ങിയത്. അതിന് കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരുപാട് സോ കോൾഡ് ട്രെയിനേഴ്സ് വന്നു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ട്രേഡിംഗ് അറിയുന്ന എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. കാരണം ട്രേഡ് ചെയ്യുന്നവർക്കേ അത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ട്രേഡിംഗ് അറിയുന്നവൻ, ട്രേഡിംഗ് ചെയ്യുന്നവനക്കേ അത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അവരിൽ നിന്ന് മറ്റൊരാൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ നമ്മളിപ്പോൾ ഒരു എന്തിന് ട്രേഡിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം? നിങ്ങൾക്ക് ട്രേഡിംഗിൽ നിന്ന് തന്നെ പൈസ ഉണ്ടാക്കിയാൽ പോരെ? സിമ്പിളായിട്ട് എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ട്രേഡിംഗിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനും ഇവിടെ ട്രെയിനിങ് കൊടുക്കണം, അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്ത്, അല്ലെങ്കിൽ കോഴ്സ് കൊടുത്ത് കോഴ്സ് സെല്ല് ചെയ്യണം. എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രേഡിംഗ് എനിക്കൊരു ഇൻകം സോഴ്സാണ്. എനിക്ക് ഇതൊരു അനദർ ഇൻകം സോഴ്സ്. എൻ്റെ അക്കാദമി അല്ലെങ്കിൽ ഇതൊരു ബിസിനസ് ആയിട്ട് തന്നെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നതാണ്. അതെൻ്റെ ഒരു ഇൻകം സോഴ്സാണ്. ആൻഡ് അവിടെ ഞാൻ എന്താണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു സ്കില്ല് അല്ലെങ്കിൽ എൻ്റെ ഒരു നീഷ്, ആ സ്കില്ലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് അവിടെ പഠിപ്പിക്കുന്നത്. അതിന് റീസൺ ഞാനിപ്പോൾ പറഞ്ഞു. ജസ്റ്റ് ലൈക്ക് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു. ഞാൻ പഠിക്കാൻ ശ്രമിച്ച സമയത്ത് എനിക്ക് പഠിക്കാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. റിസോഴ്സസ് ഉണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രേഡിംഗ് പഠിക്കണോ, ട്രേഡിംഗ് ചെയ്ത് പ്രോഫിറ്റബിൾ ആവണോ, നിങ്ങൾ ആരും കോഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല, ഒരു മെൻറ്റർഷിപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സമയമുണ്ടോ, നിങ്ങൾക്ക് നെറ്റ് ഉണ്ടോ, ഇൻ്റർനെറ്റ് ഉണ്ടോ, ഗൂഗിൾ ഉണ്ടോ, യൂട്യൂബ് ഉണ്ടോ, ഇഷ്ടം പോലെ റിസോഴ്സസ് ഉണ്ട്. അഡ്വാൻസ്ഡ് തിയറീസ് വരെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ട്രേഡിങ്ങിൻ്റെ. ലൈവ് മെൻറ്റർഷിപ്സും ലൈവ് ട്രേഡിങ്ങും എല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷെ അവിടെ നമ്മൾ ഇപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ടൈമിന് വാല്യൂ കൊടുക്കുന്ന ആളാണ്. സോറി, നമ്മൾ ടൈം ഇസ് മണി എന്നൊക്കെ പറയും. അതായത് നമ്മൾ ടൈമിന് വാല്യൂ കൊടുക്കുന്ന ആളാണ്. ഇപ്പോൾ ഒരു വർക്കിംഗ് പേഴ്സൺ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, വെറുതെ ഇരിക്കുന്ന ആളാണെങ്കിൽ പോലും അയാളുടെ ടൈമിന് അയാൾക്കൊരു വാല്യൂ ഉണ്ടാവും അല്ലേ? അപ്പോൾ അയാൾ ആ ഒരു ടൈം എത്രത്തോളം, ഇപ്പോൾ ഒരു 10 മണിക്കൂർ എടുത്ത് അയാൾ യൂട്യൂബിലും ഗൂഗിളിലും നോക്കി പഠിക്കുന്ന ഒരു കാര്യം എനിക്ക് ചിലപ്പോൾ ഒരു 10 മിനിറ്റിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജേണിയിൽ എനിക്ക് അതിൻ്റെ ഒരു ക്രാക്ക് എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പല രീതിയിലുണ്ട്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം പറയുന്നത്. ഇൻഡിവിജ്വലായിട്ട് ഒരാൾ പഠിക്കുമ്പോൾ അയാൾക്ക് കൂടുതൽ ടൈം അവിടെ അബ്സോർവ് ചെയ്യേണ്ടി വരും, കൂടുതൽ എഫേർട്ട് അവിടെ ഇടേണ്ടി വരും, ചിലപ്പം മണി ലോസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്, ഒക്കെ ഉണ്ട്. അതേസമയം നമ്മളൊരു പ്രോപ്പർ സ്ട്രക്ചറിലോട്ട് അത് കൊണ്ടുവരുമ്പോൾ അവർക്കത് കുറച്ചും കൂടി ഈസി ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടൈം വാല്യൂ ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് എടുക്കാം. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫ്രീ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് കാര്യങ്ങളൊക്കെ തേടി പോകാം. എനിക്ക് തോന്നുന്നു നമ്മൾ തുടക്കത്തിൽ ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാശിനെ നമ്മളത് ട്യൂഷൻ ഫീസായിട്ട് കൺസിഡർ ചെയ്തു. അപ്പം അതുപോലെ നമ്മൾ ഒരുപാട് സമയം 3-4 വർഷം 5 വർഷമൊക്കെ എടുത്ത് സമയം കണ്ടെത്തി സമയം കളഞ്ഞ് പഠിച്ചെടുത്തൊരു കാര്യത്തെ നമ്മളിതുപോലെ 15-30 ദിവസം കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയും അവർക്ക് അതിന് വേണ്ട ഹാൻഡ് ഓൺ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സോ അവരവിടെ സേവ് ചെയ്യുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു 3-4 വർഷമാണ്. സോ അതിനെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതെ, നമ്മൾ ചാർജ് ചെയ്ത് മനസ്സിലായോ? ഞാൻ പറഞ്ഞ എൻ്റെ ടൈമിന് ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു ലൈക്ക് ഒരു മണിക്കൂർ ട്രേഡിംഗ് ഡെസ്കിൽ ഇരുന്ന് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റിവാർഡ് മീൻസ്, ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഒരു ഡെയിലി എൻ്റെ റിസ്ക് ആൻഡ് അതിനനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 to 2 lakhs വരെയൊക്കെ ഞാൻ ഒരു ഡെയിലി റിസ്ക് ആൻഡ് റിവാർഡിനനുസരിച്ച് എൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോ ആയിട്ടോ ഞാൻ പറയുന്നത്, ആ ഒരു റേഞ്ചിൽ എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കാം. അതേസമയം ഞാനൊരു ഒരു ബാച്ച് റൺ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് സിമിലർ റിവാർഡാണ്. അപ്പോൾ ഞാൻ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത്, എനിക്കൊരു മന്തിൽ ഒരു 50 days അല്ലെങ്കിൽ 20 days ആണ് ഞാൻ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത്. സെഷൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30 hours ഒക്കെ 30 മണിക്കൂറൊക്കെ ഞാൻ ഇതിന് സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു ടൈമിന് ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട്. ആ 30 മണിക്കൂർ കൊണ്ട് ഞാൻ കൊടുക്കുന്നത് എന്ന് പറയുന്നത് എൻ്റെ മുന്നിൽ വരുന്ന ഓരോരുത്തരുടെയും
എന്നെ പോലെ ഞാനിപ്പോൾ കറൻ്റ്ലി നിൽക്കുന്ന എൻ്റെ അറിവുകൾ വെച്ച് ഞാൻ ട്രേഡ് ചെയ്യുന്ന, ഇപ്പോൾ ഞാൻ ട്രേഡിംഗ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന എന്നെ പോലെ നാളെ മുതൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോരുത്തരെയും കൊണ്ടുവരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് ട്രേഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുമ്പോൾ, എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ ദിവസവും ട്രേഡ് എടുക്കണമെന്നില്ല, പക്ഷേ എല്ലാ ദിവസവും മാർക്കറ്റിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് രാവിലെ 9:15 തൊട്ട് ലൈവ് സ്ട്രീം ഇടുന്ന ഒരാളാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ ലൈവ് സ്ട്രീം ചെയ്യുന്ന ആളാണ്. എൻ്റെ സ്ക്രീൻ കണ്ടിട്ടാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. അവിടെ എനിക്കൊന്നും മറച്ചു വെക്കാനോ ഹൈഡ് ചെയ്യാനോ ഒന്നുമില്ല. ഇപ്പോൾ ഈ പറയുന്ന എല്ലാവർക്കും ഉള്ള തെറ്റിദ്ധാരണ എന്താ, നേരത്തെ പറഞ്ഞ കാര്യമാണ്, എന്താണ് ട്രേഡിങ്ങിൽ പൈസ നഷ്ടപ്പെടുന്നവരാണ് ട്രെയിനിങ്ങിലോട്ട് വരുന്നത്. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരാൾ ആ ഒരു സംഭവം പറയില്ല. കാരണം ഇപ്പോൾ ഈ ലാസ്റ്റ് ഡേയ്സിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്ന സംഭവമാണ് ഇപ്പോൾ നമ്മളെ സിനിമ റിവ്യൂയുടെ കേസ് അല്ലേ. സിനിമ റിവ്യൂ ചെയ്യുന്നത് തടഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അക്കാദമിയുടെ പേജിലും എൻ്റെ പേജിലും കൂടിയായിട്ട്. റോയൽ ട്രേഡേഴ്സ് അക്കാദമിയിൽ വന്നിട്ട് ട്രേഡിംഗ് പഠിച്ച ആർക്കും റിവ്യൂ പറയാം, ആർക്കും റിവ്യൂ പറയാം. റിവ്യൂ പറയാമെന്ന് പറഞ്ഞാൽ പോസിറ്റീവും പറയണം, നെഗറ്റീവും പറയണം. അതിൽ നെഗറ്റീവ്സ് വരില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടാകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്തുകൊണ്ടാണ്, ഞാനവിടെ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ഞാനവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ പോഡ്കാസ്റ്റിന്റെ അവസാനത്തിലേക്ക് കടക്കാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും ഒക്കെ കൺസേൺഡ് ആയി നിൽക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ എന്താ അവസ്ഥ? ഓക്കെ, അത് ഞാൻ പറയണമെന്നും കൂടി വിചാരിച്ച സംഭവമാണ്. അതായത് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളൊരു മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഏതൊരു ട്രേഡറിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരുപാട് ട്രേഡേഴ്സ് കമ്മ്യൂണിറ്റിയിലെ ട്രേഡേഴ്സായിട്ട് സംസാരിക്കുന്നതുകൊണ്ടും ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. 2010 ശേഷം ഇങ്ങനെ ഒരു മാർക്കറ്റ് സിനാരിയോ ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഇങ്ങനെ ഒരു മാർക്കറ്റ് ഫേസ് ചെയ്തിട്ടുള്ള, ഞാൻ 4.5 വർഷമായിട്ട് ട്രേഡിംഗ് തുടങ്ങിയിട്ട്, ഞാൻ എൻ്റെ ട്രേഡിംഗ് ജേർണിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് ഫേസ് ചെയ്യുന്നത്. അപ്പം മാർക്കറ്റിന് അപ്പോൾ പല സൈക്കിൾസ് ഉണ്ട്, മാർക്കറ്റിന് പല രീതിയിൽ മാർക്കറ്റ് സൈക്കിൾസ് ഉണ്ട്. നമ്മൾ ഓരോ ദിവസം കാണുന്ന മാർക്കറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഇന്ത്യ വിക്സ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ സിമ്പിളായിട്ട് പറയാം, ഇന്ത്യ വിക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്. നമുക്ക് സിംപ്ലി ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ വിക്സ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ കാണാൻ പറ്റും. അതിപ്പോൾ നിൽക്കുന്നത് ഒരു 10 to 11 അല്ലെങ്കിൽ 10, 11, 12 ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇതൊരു മിനിമൽ, ഒരു നോർമൽ മാർക്കറ്റ് മിനിമൽ ആയിട്ട് ഒരു 50 എബോ ഉണ്ടായിരുന്ന സംഭവമായിരുന്നു ഇപ്പോൾ ഈ ലോ റേഞ്ചിൽ കിടക്കുന്നത്. വിച്ച് മീൻസ് ഇന്ത്യ വോളറ്റൈലിറ്റി ഇൻഡെക്സ് ആണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. മാർക്കറ്റിലെ വോളറ്റൈലിറ്റിയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മാർക്കറ്റിൽ അത്രയും വോളറ്റൈലിറ്റി ഇല്ല. വോളറ്റൈലിറ്റി എന്നുള്ള ടേം ഒക്കെ കുറച്ച് ടെക്നിക്കൽ സൈഡിലോട്ട് പോവാണ്. അതൊക്കെ അവിടെ മാറ്റി നിർത്തിയിട്ട് മാർക്കറ്റിൽ വോളിയം കുറവാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സിമ്പിൾ ആയിട്ട് പറയാം, മാർക്കറ്റിലെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ വോളിയം കുറവാണ്. അതിന് പല കാരണങ്ങളുണ്ട്. മാർക്കറ്റിൽ അൺസർട്ടൈനിറ്റീസ്, ഗ്ലോബൽ ടെൻഷൻസ്, വാർ ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതിലോട്ട് വരുന്നുണ്ട്. അതിലോട്ടൊന്നും നമുക്ക് പോകണ്ട. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ആ വിക്സ് നോക്കിയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. 2010 ശേഷം ആദ്യമായിട്ടാണ് വിക്സ് ഈ ഒരു ലെവലിൽ വന്നിട്ട് 6 മാസത്തിൽ കൂടുതൽ ഈ ലെവലിൽ തന്നെ നിൽക്കുന്നത്. ഈ ലെവൽ വന്നിട്ടുണ്ട്, പക്ഷേ ഒരു മാസത്തിൽ കൂടുതൽ അത് നിന്നിട്ടില്ല. വീണ്ടും തിരിച്ച് മാർക്കറ്റ് വോളറ്റൈലായി മാറി വന്നു എന്ന സിറ്റുവേഷനാണ്. അപ്പോൾ എല്ലാവരും മീൻസ് പൊതുവെ പുറത്തുള്ള ഇൻവെസ്റ്റേഴ്സ് ഒക്കെ നോക്കിയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ മാർക്കറ്റിൽ ഒരു ഹെൽത്തി കറക്ഷൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പല ആൾക്കാർ പറയുന്നുണ്ട് ഇനിയും ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെടാന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഓൾ ടൈം ഹൈയിലോട്ട് പോകുമ്പോൾ കുറേ ചോദ്യങ്ങൾ അവിടെ മാറ്റി നിൽക്കുന്നുണ്ട്. മറ്റു ഗ്ലോബൽ ക്രൈസിസുകളും കാര്യങ്ങളും നടക്കുന്നു, ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം ഡൗൺ ആണ്. ഇന്ത്യൻ മാർക്കറ്റ് മാത്രം അങ്ങനെ ഒരു ലൈക്ക് അങ്ങനെ ഒരു റൈസ് ചെയ്യുമ്പോൾ അതിൽ കുറേ അൺഹെൽത്തി മൂവ്മെന്റ് ആണത്. അപ്പൊ അതിനൊരു ഹെൽത്തി കറക്ഷൻ ഓഫ് കോഴ്സ് നല്ലതാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒന്നും കൂടി ഉഷാറാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു മോശം സിറ്റുവേഷനിലൂടെ ആയിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡിംഗ് ഒരു കരിയറായിട്ട് ചൂസ് ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിലൊരു കാര്യം കൂടിയാണ് ഈ പറഞ്ഞ കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല സൈക്കിൾസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ മാസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് നഷ്ടം വന്നേക്കാം. അല്ലെങ്കിൽ ആ ഒരു മാസം നമ്മൾ കുറെ ട്രേഡേഴ്സിന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ചെറിയ ക്യാപിറ്റലൊക്കെ ട്രേഡ് ചെയ്യുന്നതാണെങ്കിൽ ബ്രേക്ക് എടുത്തു, വലിയ ക്യാപിറ്റൽ ട്രേഡ് ചെയ്യുന്നതാണെങ്കിൽ സ്കെയിൽ ഡൗൺ ചെയ്യും, ചെറിയ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ചെറിയ വോളിയത്തിൽ ട്രേഡ് ചെയ്യും. അതാണ് അത്രയും ഓപ്പർച്യൂണിറ്റീസ് കുറവുള്ള റിസ്കിയർ ആയിട്ടുള്ള മാർക്കറ്റാണ്. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ഇന്നത്തെ മാർക്കറ്റിൽ സർവൈവ് ചെയ്യേണ്ടത്. സോ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഷിബിൽ ഒരു ട്രേഡറാണ്, ഒരു ഇൻവെസ്റ്ററാണ്, ഒരു അസ്പയറിംഗ് ഓൺടർപ്രണർ ആണ്. അതിൻ്റെ കൂടെ തന്നെ യു ആർ ഓൾസോ ബിൽഡിങ് യുവർ പേഴ്സണൽ ബ്രാൻഡ്, ഒരു ക്രിയേറ്ററും കൂടിയിട്ടാണ്. അപ്പോൾ ഈ സ്പേസിൽ ഈ ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഒരു ടാഗ് ലൈൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ആ ഒരു സ്പേസിലേക്ക് കടന്നു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഓക്കെ, എനിക്ക് ട്രേഡിംഗ് അറിയാം, അല്ലെങ്കിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയം എൻ്റെ മൈൻഡിലുണ്ട്. സോ കോൾഡ് ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ഇറങ്ങിയിരുന്ന ആൾക്കാർക്ക് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഷിബിലിന് എന്തൊക്കെ ഗൈഡൻസ് കൊടുക്കാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ പോലെ തന്നെ അയാൾക്ക് എന്താണ് അയാൾക്കുള്ള നോളജ് എന്ന് മനസ്സിലാക്കുക, ഒരു നീഷ് ഫിക്സ് ചെയ്യാം. ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്നത് ഫൈനാൻസ് ആയിരുന്നു.
റീസൺ എന്താണ്, അല്ലെങ്കിൽ ട്രേഡിംഗ് അല്ലെങ്കിൽ ഫൈനാൻസ് മേഖലയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഞാൻ ആ ഒരു മേഖലയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, ആ ഒരു മേഖലയിൽ കാര്യങ്ങൾ പഠിക്കുന്ന, ആ ഒരു കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ എനിക്ക് പഠിക്കുന്ന കാര്യങ്ങൾ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് അല്ലേ, കുറച്ചും കൂടി കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്കിൽഡ് ആയിട്ടുള്ള ഏത് മേഖലയിലാണോ, ഏത് നീഷാണ് നിങ്ങളുടെ ആ നീഷ് ചൂസ് ചെയ്യുക, അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. അതല്ലാണ്ട് നിങ്ങൾക്ക് യാതൊരു ഐഡിയയും ഇല്ലാത്തൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ഫുഡ് ഇഷ്ടപ്പെടുന്ന, നല്ലോണം ഫുഡ് കഴിക്കുന്ന, ട്രാവൽ ചെയ്യുന്ന ഒരാൾ, ഫുഡ് ബ്ലോഗിങ്ങോ അല്ലെങ്കിൽ ട്രാവൽ ബ്ലോഗിങ്ങോ നോക്കേണ്ട ഒരാൾ, അയാൾ വന്നിട്ട് ഫൈനാൻസിനെ കുറിച്ച് സംസാരിച്ചാൽ കാര്യമുണ്ടോ? അതുപോലെ തന്നെയാണ്. അതുപോലെ ഫൈനാൻസിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ പോയിട്ട് ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ട് ഈ ഫുഡ് കൊള്ളാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതാണ്. അതിന്റെ ആ ഒരു നീഷ് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ഓഡിയൻസിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഓഡിയൻസിനെ മനസ്സിലാക്കിയിട്ട് അതിന് കൊടുക്കുന്ന ഓക്കെ, അതവിടെ വരട്ടെ. അതിനാദ്യം നമ്മൾ ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് വേണ്ട ഓഡിയൻസ് അത് എവിടെ നിന്നായിരിക്കണം, നമ്മളുടെ ആ ഒരു നീഷിൽ നിന്നായിരിക്കണം നമ്മളുടെ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ ഫിൽറ്റർ ചെയ്യാൻ പറ്റും. നമ്മളുടെ നീഷിൽ തന്നെ നമ്മളിപ്പോൾ ഫൈനാൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ തന്നെ ഫൈനാൻസിന്റെ എല്ലാ കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് ആവശ്യമില്ല. കുറേ ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് ആവശ്യമില്ല. ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ടുള്ള പേഴ്സണൽ ഫൈനാൻസിൽ അവർക്ക് വേണ്ട ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ചെറിയ ട്രിക്സ്, ഹാക്സ്, പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗിൽ അവർ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ട്രേഡിംഗിലോട്ട് വരുമ്പോൾ അവർ ചെയ്യുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങൾ ആൾക്കാർക്ക് വേണ്ട. അപ്പം നമ്മൾ ഓഡിയൻസിനെ ബിൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസിന് എന്താണ് വേണ്ടത് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഓഡിയൻസ് നമ്മൾ ഏറ്റെടുക്കും. ഓഡിയൻസ് നമ്മൾ ഏറ്റെടുക്കുക മാത്രമല്ല, നമ്മളെ മറ്റുള്ള ഓഡിയൻസിലോട്ട് നമ്മൾ എത്തിക്കുകയും ചെയ്യും. നമ്മൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും പറയേണ്ട ആവശ്യമില്ല, അവരല്ലാണ്ട് തന്നെ ചെയ്യിപ്പിച്ചോളും. ഐ തിങ്ക് ബേസിക്കലി നിഷ് ഡൗൺ ചെയ്യുക, അതിലൂടെ നമ്മൾക്ക് അറിയുന്ന വാല്യൂ, അറിവ് കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ വി ആർ കമ്മിങ് ടു ദി എൻഡ് ഓഫ് ദിസ് പോഡ്കാസ്റ്റ്. എനിക്ക് തോന്നുന്നു ഈ ഫൈനാൻസ്, മണി ബിക്കമിങ് എ ടാബു, ഇൻവെസ്റ്റിംഗ്, ട്രേഡിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ്, ക്രിപ്റ്റോ, ഈ പറഞ്ഞ ആസ്പെക്റ്റുകളെ പറ്റി നമ്മളുടെ ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു ബോധവൽക്കരണം കൊണ്ടുവരണം, ഒരു അവയർനെസ് കൊണ്ടുവരണം. ആ ഒരു അജണ്ടയിലാണ് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇനി അങ്ങോട്ടേക്കുള്ള തുടർച്ചയായുള്ള ഇന്റർവേഴ്സിന് എൻ്റെ വിഷയത്തിന്റെ ആവശ്യം ഷിബിനില്ല എന്ന് എനിക്കറിയാം. ആൻഡ് ഐ ഹോപ്പ് യു ഗ്രോ. ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ദിസ് ടൈം വിത്ത് മീ. താങ്ക് യു. Pleasure, my man. Thank you so much, man.